ഇന്ന് ചതിച്ച ആ തെമ്മാടികള് ഇന്ന് ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്തോ പറയാനുള്ളത്? ആരോടും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അന്ന് അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഇന്നും ജയിലിൽ കിടന്നവളെന്ന് ആ പേര് കേട്ട് ജീവിക്കുന്നവളാണ് ഞാൻ. ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് ഇങ്ങനെ ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഒരാളെയും ചതിക്കാതിരിക്കുക. വിശ്വസിക്കുന്നവരെ ചതിക്കരുത്, അത്രേ ഉള്ളൂ. 22-ാം വയസ്സില് ഇത്രയൊക്കെ അനുഭവിച്ചു അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഒരു വിൽ പവർ സംഭവിക്കണം കേട്ടോ. അതിലൊന്നും നമുക്ക് പറയാനില്ല. നാട്ടിൽ ഞാൻ വന്നിട്ട് എനിക്ക് UAE കുറെ ആൾക്കാർ ഓഫർ ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ തുല്യമായ അമ്മ, അങ്ങനെയാണെങ്കിലും എനിക്ക് അമ്മയെ പോലെ തുല്യമായ ഒരാളുണ്ട്, പ്രിയ എന്ന പേര്. ചേച്ചി എന്നെ UAE കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുപോയി. UAE കൊണ്ടുപോയി സ്വന്തം മോളെ പോലെ അവരുടെ മക്കളുടെ കൂട്ടത്തിൽ എന്നെ നിർത്തി ഒരാഴ്ച അവിടെ നിർത്തി UAE മൊത്തം കാണിച്ചു തന്നു. എന്നിട്ട് ചേച്ചി ശരിക്കും എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കുറെ ആൾക്കാർ എനിക്ക് ജോലി തന്നു. ജോലിയുടെ കോള് വന്നു. അങ്ങനെ ഞാൻ ജോലി ചെയ്തു. അപ്പൊ 0 ഹീറോ ആയി എന്ന് എല്ലാരും പറഞ്ഞു വന്നു ശ്രീകുട്ടി.